നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. കാസെമിറോ പോകല്ലേ, ഇതാണിപ്പോൾ യുണൈറ്റഡിലെ ഒരു ട്രെൻഡ്. നോക്കുക, ഇന്നലെ ആസ്റ്റൺ വില്ലയെ തോൽപ്പിച്ചതിന് ശേഷമുള്ള ആരാധകരുടെ ചാൻഡ്. വൺ മോർ ഇയർ, വൺ മോർ ഇയർ കാസെമിറോ എന്നാണ് അവർ ചാൻഡ് ചെയ്യുന്നത്, ആരാധകർ. വൺ മോർ ഇയർ, വൺ മോർ ഇയർ കാസെമിറോ. ഇതൊരു വല്ലാത്ത ടേൺ അറൗണ്ടാണേ. ഒരു ഘട്ടത്തിൽ വളരെ മോശം പെർഫോമൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തള്ളിയവൻ, ജെയ്മി കാരഗറെ പോലുള്ളവർ കളിയാക്കിയവൻ. പക്ഷെ അവർ കാരഗറെ കൊണ്ട് തന്നെ പിന്നെ തിരുത്തി പറയിച്ചു. ഇപ്പോൾ ആരാധകർ പറയുകയാണ് വൺ മോർ ഇയർ, വൺ മോർ ഇയർ. ഒരു കൊല്ലം കൂടി ഇവിടെ നിൽക്കുക കാസെമിറോ. 34-കാരനായിട്ടുള്ള ബ്രസീലിയൻ താരം ഈ സീസണിന് അവസാനം യുണൈറ്റഡ് വിടുകയാണെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഇന്നലെയും അദ്ദേഹത്തിൻ്റെ വക ഗോൾ ആസ്റ്റൺ വില്ലയെ തകർക്കുമ്പോൾ അതിലൊരു ഗോള് കാസെമിറോയുടെ വകയായിരുന്നു. കളിക്ക് ശേഷം മൈക്കൽ കാരിക്കിനോട് ഇതേ ചോദ്യം വന്നു. അല്ല, കാസെമിറോ ഒടുവിൽ ഇവിടെ സ്റ്റേ ചെയ്യുകയല്ലേ? അപ്പോൾ കാരിക്കിൻ്റെ മറുപടി, ഞാൻ വിചാരിക്കുന്നത് അത് പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. ഇൻ സം വേ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു സേ. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ സം വേസ് ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു കഴിഞ്ഞു, പിന്നെ അത് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. എന്തായാലും എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ പോവുക എന്നാണ് കാരിക്ക് പറയുക. കാരിക്ക് വിട്ടു പറയാൻ തയ്യാറാവുന്നില്ല. നിൽക്കുന്നോ നിൽക്കൂല എന്നൊന്നും പറയുന്നില്ല. അതൊക്കെ കാസെമിറോ തീരുമാനിക്കേണ്ടതാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് പറയുന്നത് കാസെമിറോ അദ്ദേഹത്തിൻ്റെ ഗോൾ ബോണസിൽ കുറച്ച് എനിക്ക് കൂടി തരണം. കാരണം അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല കണക്ഷനാണ്. ഗ്രൗണ്ടിൽ ഒരുപാട് മൂവ് ചെയ്യുന്ന ആളാണ് കാസെമിറോ. അദ്ദേഹത്തിൻ്റെ ടൈമിങ് വളരെ വളരെ പെർഫെക്റ്റാണ്. അദ്ദേഹത്തെ ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞത്. ചുരുക്കത്തിൽ ഇപ്പോൾ യുണൈറ്റഡിനെ കാസെമിറോ മതി. ഇനി കാസി നേരത്തെ എടുത്ത തീരുമാനം മാറ്റുമോ? അത് കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.